നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. നമസ്കാരം പ്രിയമുള്ളവരെ, ഗീതാഭാരതത്തിൻ്റെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ ക്ലാസ് ആരംഭിക്കുകയാണ്. ഭഗവാൻ വേദവ്യാസൻ വേദാന്ത സാരസർവസ്വമായ ഗീതയെ ആദ്യം തൻ്റെ മനസ്സിനുള്ളിൽ സമ്പൂർണമായി നിർമ്മിച്ചു. അതിനുശേഷം ഗീതാതത്വം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പാകത്തിന് അതിലെ ആശയങ്ങളെയെല്ലാം വിവിധങ്ങളായ കഥാപാത്രങ്ങളായും കഥാസന്ദർഭങ്ങളായും നമ്മുടെ മുന്നിൽ അദ്ദേഹം വരച്ചു വച്ചു. അതാണ് ഈ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന മഹാഭാരതം എന്ന ഇതിഹാസകാവ്യം. ലോകത്തിലെ സർവ വസ്തുക്കളും ലോകത്തിലെ സർവഗതിവിഗതികളും മനുഷ്യ മനസ്സിൻ്റെ എല്ലാ വ്യാപാരങ്ങളും ഈ മഹാഭാരതത്തിനകത്തുണ്ട്. വ്യാസഭഗവാൻ തന്നെ വളരെ സ്പഷ്ടമായി നമ്മോട് മഹാഭാരതത്തിന്റെ മഹത്വത്തെക്കുറിച്ച് വിളിച്ചു പറയും. യതിഹാസ്തി തദ് അന്യത്ര എന്നേ ഹാസ്തി ന തത് ക്വചിത്. ഇതിനകത്ത് എന്താണോ ഉള്ളത് അത് ഈ ലോകത്തിൽ പലയിടങ്ങളിലും കാണാൻ കഴിയും. എന്നാൽ ഇതിനകത്ത് എന്താണോ ഇല്ലാത്തത് അത് ഈ പ്രപഞ്ചത്തിൽ എങ്ങും കാണാനാവില്ല. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള സ്വഭാവചിത്രണം, പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള ശാസ്ത്രചിത്രണം, അതാണ് മഹാഭാരതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മെ മനസ്സിലാക്കാനും ലോകത്തെ മനസ്സിലാക്കാനും ഇത്രയേറെ ഉപയോഗപ്പെടുന്ന വേറൊരു കഥാകാവ്യം ലോകത്ത് വേറൊന്നില്ല. ഏത് പ്രകാരത്തിൽ നോക്കിയാലും മഹാത്ഭുതമാണ് മഹാഭാരതം എന്നുള്ള ഈ ഇതിഹാസകൃതി. ആ ഇതിഹാസകൃതിയുടെ മഹത്വങ്ങളിൽ വേറൊന്ന്, അത് വേദാന്ത സാരസർവസ്വമായിരിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ കഥാരൂപത്തിലുള്ള ആവിഷ്കൃതിയാണ് എന്നതാണ്. അതാണ് നാം കുറെ ഏറെ കാലമായിട്ട് ഗീതാഭാരതം എന്നുള്ളതായി ചർച്ചാ ക്ലാസ്സിലൂടെ കൂട്ടായ്മയോടുകൂടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവത്ഗീതയിലെ 16-ാം അധ്യായം ദൈവാസുര സമ്പദ്വിഭാഗ യോഗം, അതാണ് കുറെ കാലമായിട്ട് നമ്മുടെ ചർച്ചാ വിഷയം. ഈ ലോകത്തിൽ സർവപദാർത്ഥങ്ങളും രണ്ട് സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അല്ലെങ്കിൽ അവ രണ്ടിന്റെയും പല അളവിലുള്ള കൂടിക്കലരലുകളിൽ ആണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ദ്വൗ ഭൂതസർഗൗ ലോകേസ്മിൻ ദൈവം ആസുരമേ വച്ച. ഈ ലോകത്തിൽ പദാർത്ഥങ്ങളുടെ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ പദാർത്ഥങ്ങളുടെ നിർമ്മിതി രണ്ട് പ്രകാരത്തിലാണ്. അവയെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ നേരിട്ട് മനസ്സിലാക്കാൻ, ദൈവം എന്നും ആസുരം എന്നും. അങ്ങനെ ഉള്ള സമസ്ത പദാർത്ഥങ്ങളെയും നമ്മുടെ കൺമുന്നിൽ മഹാഭാരതം ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവീ സമ്പത്തിനെയും ആസുരീ സമ്പത്തിനെയും തിരിച്ചറിഞ്ഞ് ദൈവീ സമ്പത്തിനെ വളർത്താനും ആസുരീ സമ്പത്തിനെ ദൂരീകരിക്കാനും അവസരം അത് ഒരുക്കുകയും ചെയ്യുന്നു. സമസ്ത പ്രപഞ്ച പദാർത്ഥങ്ങളെയും തിരിച്ചറിയാൻ, അത്യന്തം സൂക്ഷ്മമായും കൃത്യമായും തിരിച്ചറിയാൻ
ഈ ദൈവാസുര സമ്പദ് വിഭാഗ യോഗം നമുക്ക് അവസരമൊരുക്കുന്നു. അതിൽ ദൈവീ സമ്പത്തിന്റെ സവിശേഷതകളെല്ലാം നാം നേരത്തെ ഗീതയിലെ വ്യാസവാക്യങ്ങളിലൂടെയും മഹാഭാരതത്തിലെ കഥകളിലൂടെയും കണ്ടുകഴിഞ്ഞു. ആസുരീ സമ്പത്തിന്റെ പഠനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദംഭോ ദർപ്പോ അതിമാനശ്ച ക്രോധ പാരുഷ്യമേവച. ദംഭം, ദർപ്പം, അതിമാനം ഇതെല്ലാം ആസുരീ സമ്പത്തിന്റെ സവിശേഷതകളാണ്. അതെല്ലാം നാം കഥകളിലൂടെ കണ്ടു. പിന്നെയോ ക്രോധം എന്നുള്ളത്, ഈ പറഞ്ഞവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, പരസ്പര പോഷകമായിരിക്കുന്നു. ക്രോധം എന്നുള്ള ആസുരീ സമ്പത്ത്, അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ചർച്ചയിൽ ആരംഭിച്ചത്. കർണന്റെ ക്രോധം മഹാഭാരത യുദ്ധത്തിന് എങ്ങനെ കാരണമായി തീർന്നു എന്ന് നാം കാണുകയായിരുന്നു. അർജുനനോട് കർണനുള്ള ക്രോധം, പാണ്ഡവരോട് പൊതുവെ കർണനുള്ളതായ ക്രോധം, പാഞ്ചാലിയോടുള്ള പ്രത്യേകമായ ക്രോധം, അത് കർണന്റെ പ്രതികാര ബുദ്ധിയെ ആളിക്കത്തിച്ച് ഏതു പ്രകാരത്തിലാണ് പടക്കളത്തിലെ നിണമണിയലില് കലാശിച്ചത് എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. മഹാഭാരതത്തിലെ രണ്ടാമത്തെ പർവമാണ് സഭാപർവം. പാണ്ഡവന്മാര് അവർക്ക് ഭാഗം വെച്ച് കിട്ടിയതായ ഗാണ്ഡവപ്രസ്ഥത്തിലെത്തി ഇന്ദ്രപ്രസ്ഥം എന്നുള്ള നഗരി ഉണ്ടാക്കി അവിടെ സുഖമായി വസിക്കുന്ന അവസരത്തിലാണ് അവരെ ചൂത് കളിക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനാദികൾ വെല്ലുവിളിക്കുന്നതും അങ്ങനെ അവർ ഹസ്തിനാപുരത്തെത്തിയിട്ട് ചൂത് കളിക്കുന്നതും ആ ചൂതുകളി തന്റെ വിരോധം തീർക്കാൻ, ക്രോധം തീർക്കാനുള്ള അവസരമായി കർണൻ വിനിയോഗിക്കുന്നത്. കർണന്റെ വാക്യങ്ങൾ നാം കേട്ടു. ചൂതുകളിയില് പണയപ്പെട്ട പാഞ്ചാലിയോട് ഞാൻ പണയപ്പെട്ടുവോ, ധാർമ്മികമായി പണയപ്പെട്ടുവോ, ഒരു സ്ത്രീയെ പണയപ്പെടുത്തുന്നത് ധാർമ്മികമാണോ എന്നും ആ ചോദ്യത്തിന് അർത്ഥമുണ്ട്. എല്ലാവരോടും ചോദിക്കുന്ന പാഞ്ചാലിയോട് നീ പണയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, നീ ദാസിയാണ് എന്ന് മാത്രമല്ല നീ വേശ്യയാണ് എന്നെല്ലാം വളരെയേറെ പരുഷമായി ക്രോധത്തോടെ നിന്ദയോടെ കർണൻ പറയുന്നത് നാം കേട്ടു. അതിന്റെ ഫലമായിട്ട് പാഞ്ചാലി വസ്ത്രാക്ഷേപം, അതിന്റെ ഫലമോ ഭീമസേനന്റെ അത്യുഗ്രമായിരിക്കുന്ന പ്രതിജ്ഞ. ഈ ലോകത്തിൽ ആരും അങ്ങനെ പ്രതിജ്ഞ ചെയ്തിട്ടില്ല, ഇനി ആരും അങ്ങനെ പ്രതിജ്ഞ ചെയ്യുമെന്ന് തോന്നുന്നുമില്ല. ഭീമൻ തന്നെ പറയുന്നുണ്ട്, ദുശാസനന്റെ മാറ് പിളർന്ന് താൻ രക്തം കുടിക്കും. ഇത് ഈ ശിക്ഷ ദുശാസനന് വാങ്ങിക്കൊടുക്കുന്നതിലാണ് കർണന്റെ ക്രോധം ഫലിച്ചത്. യുദ്ധത്തിന് കാരണമായി തീർന്നു എന്ന് മാത്രമല്ല, ദുശാസനന്റെ ഏറ്റവും ഭീകരമായ മരണത്തിന് കാരണമായി തീർന്നു. ഭീമസേനന്റെ പ്രതിജ്ഞ എല്ലാവരെയും ഭയപ്പെടുത്തി, എല്ലാവരെയും ഞെട്ടിച്ചു. അത് കഴിഞ്ഞ് വിതുരൻ ഈ പ്രകാരത്തിലുള്ളതായ ക്രൂരകർമ്മങ്ങൾ അവസാനിപ്പിക്കണം എന്ന് വീണ്ടും ആവശ്യപ്പെടുന്നത് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. തുടർന്ന് കർണൻ വീണ്ടും പാഞ്ചാലിയെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. കർണൻ പറഞ്ഞു, അല്ലയോ പാഞ്ചാലി, ഈ ലോകത്തില് ദാസിമാർക്ക് സമ്പത്ത് എന്നുള്ളതില്ല. പാഞ്ചാലി ഇവിടെ ചൂതിൽ പണയപ്പെടുന്നതിന് മുമ്പ് ചക്രവർത്തിനിയായിരുന്നു, പരിധിയില്ലാത്ത സമ്പത്തിന് ഉടമയായിരുന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ വച്ച് യുധിഷ്ഠിരൻ രാജസൂയം നടത്തിയതാണ്. അങ്ങനെ യുധിഷ്ഠിരൻ ചക്രവർത്തിയാകുമ്പോ ചക്രവർത്തിനി പദം പാഞ്ചാലിക്കാണ്. അങ്ങനെ അമിതമായ സമ്പത്തിന്റെ ഉടമയായി, പേരിനും പ്രശസ്തിക്കും എല്ലാം ഉടമയായി കഴിയുന്ന
ആ പാഞ്ചാലി അധിക്ഷേപിക്കാൻ കിട്ടിയ സമയം നിനക്ക് സമ്പത്ത് എന്നുള്ളതില്ല, നീ ദാസിയാണ്. ദാസിമാർക്ക് ആർക്കും സമ്പത്തില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും കാരണവശാൽ ഒരാളുടെ ദാസനായി തീർന്നാൽ ആ ദാസനായി തീർന്ന ആളിന്റെ സമ്പത്ത് മുഴുവൻ ആരാണോ അയാളുടെ യജമാനനായി തീർന്നത് അയാളുടെ പക്കലേക്ക് പോകും. പാണ്ഡവന്മാര് ഇപ്പോൾ ദുര്യോധനന്റെ ദാസന്മാരാണ്. അവരെല്ലാം പണയപ്പെട്ടു പോയിരിക്കുന്നു. പാണ്ഡവന്മാർക്ക് എന്തെല്ലാം സമ്പത്തുണ്ടായിരുന്നോ അത് മുഴുവൻ ഇനി ദുര്യോധനന്റേതാണ്, കൗരവന്മാരുടേതാണ്. അതുകൊണ്ട് പാഞ്ചാലി, പാണ്ഡവന്മാരുടെ പത്നിയായ നിനക്ക് സമ്പത്ത് എന്നുള്ളതില്ല. നീ കേവലം ദാസി മാത്രം. ദാസിയുടെ ചുമതല യജമാനനെ സേവിക്കുക എന്നുള്ളതാണ് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം. ചക്രവർത്തിനി എന്നുള്ളതായ നേരത്തെയുള്ള ആ ഒരു വിചാരത്തോടു കൂടിയിട്ട് ഇനി നീ ഈ സഭയില് നിൽക്കുക പാടില്ല. ദാസി എന്നുള്ള ഓർമ്മയോടുകൂടി വേണം നിൽക്കാൻ. അതുകൊണ്ട് നിനക്ക് ദുര്യോധനൻ ആദ്യമേ തന്നതായ ആജ്ഞയെ ഇനി പരിപാലിക്കേണ്ടി വരും. എന്താ ചെയ്യേണ്ടത്? പ്രവിശ്യരാജ്ഞ പരിവാരം ഭജസ്വ. രാജാവിന്റെ വീട്ടിലേക്ക് പോവുക, രാജാവായ ദുര്യോധനന്റെ കൊട്ടാരത്തിലേക്ക് പോവുക. അവിടെ എത്തിച്ചേർന്നിട്ട് അദ്ദേഹത്തിന്റെ പരിവാരത്തെ സേവിച്ചുകൊള്ളുക.